അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസത്തിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽപ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന അത്ഭുതമാണ്. നമുക്കറിയാം, കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്ക് പലർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല വിവിധങ്ങളായിട്ടുള്ള അത്ഭുത സിദ്ധികൾ, അമാനുഷിക സംഭവങ്ങൾ, മുഅ്ജിസത്തുകൾ നൽകിയിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടി നിലത്തിട്ടപ്പോൾ പാമ്പായതും, അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേൽ സമുദായത്തെയും കൊണ്ട് സമുദ്രത്തിലൂടെ ഒരു കൃത്യമായ റോഡ്, ഒരു വഴിയിലൂടെ രക്ഷപ്പെട്ടതുമൊക്കെ വലിയ അത്ഭുതങ്ങളാണ്. പക്ഷെ അത് ചരിത്ര സത്യമാണ്. അത് ഇന്ന് നിലനിൽക്കുന്നില്ല, ഇന്ന് നാം കാണുന്നില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന, ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് കാണാവുന്ന അത്ഭുതമാണ്. ആ വിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യ ജീവിതത്തിന്റെ മാനുവലാണ്. ഒരു മെഷീൻ അതിന്റെ മാനുവൽ ഇല്ലാതെ പ്രവർത്തിപ്പിച്ചാൽ തകരാറിലാകുന്നത് പോലെ വിശുദ്ധ ഖുർആൻ പഠിക്കാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതവും തകരാറിലാകും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധം സ്ഥാപിക്കുവാൻ ഈ വിശുദ്ധ മാസത്തെ നാം കാരണമാക്കി മാറ്റുക. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ 7-ാം ആകാശത്തിന്റെ മുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഒരു കയറാണ്. അതിന്റെ ഒരറ്റം അള്ളാഹുവിന്റെ അടുത്തും ഒരറ്റം നമ്മുടെ അടുത്തുമാണ്. ഈ കയറ് മുറുക്കെ പിടിക്കാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് അത്ഭുതമാണ്. അതിൽ ഓരോ അക്ഷരവും അത്ഭുതമാണ്. ഒരക്ഷരം ഉച്ചരിച്ചാൽ 10 പ്രതിഫലം, അലിഫ് ലാം മീം എന്ന് ഉച്ചരിച്ചാൽ 30 പ്രതിഫലം. അങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ ഓരോ അക്ഷരങ്ങളിലും നമുക്ക് അത്ഭുതങ്ങളും അതുപോലെ തന്നെ അതിന്റെ പ്രതിഫലവും ലഭിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അതിന്റെ 1000-ഓളം ആയത്തുകളിൽ ഈ പ്രപഞ്ചത്തെപ്പറ്റി ചിന്തിക്കുവാനും വിശുദ്ധ ഖുർആൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഓരോ ആയത്തുകളിലൂടെയും കടന്നു പോകുമ്പോൾ സ്വർഗത്തെപ്പറ്റി പറയുമ്പോൾ സ്വർഗം ചോദിക്കുവാനും, നരകത്തെപ്പറ്റി പറയുമ്പോൾ നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നു. അതുകൊണ്ട് ആ ആയത്തുകൾ മനസ്സിലാകുമ്പോഴാണ് അത് നമുക്ക് നിർവഹിക്കാൻ സാധിക്കുക. സ്വർഗം ചോദിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സ്വർഗം ചോദിക്കുമ്പോൾ സ്വർഗം അള്ളാഹുവിനോട് ശുപാർശ പറയുകയാണ്. അള്ളാഹുവേ, ഈ മനുഷ്യനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന എന്ന് 3 പ്രാവശ്യം പറയുമ്പോൾ ആ സ്വർഗം അള്ളാഹുവിനോട് ശുപാർശ പറയുന്നത് പോലെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൻ നാർ, അള്ളാഹുവേ, നരകത്തിൽ നിന്ന് എന്നെ മോചനം നൽകണമേ. ഓരോ ആ നരകത്തിനെ സംബന്ധിച്ച് പറയുന്ന ആയത്തുകൾ നാം കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ, പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് നരകത്തിൽ നിന്ന് മോചനം ചോദിക്കണം, നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കണം. അങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആ നരകം അള്ളാഹുവിനോട് ശുപാർശ പറയും. ഈ മനുഷ്യനെ എന്നിൽ പ്രവേശിപ്പിക്കരുത് എന്ന് അള്ളാഹുവിനോട് ശുപാർശ പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കൃത്യമായി ഈ വിശുദ്ധ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ അതിന്റെ ഓരോ ആയത്തുകളിൽ എന്താണ് എന്നോട് പറയുന്നത്, എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്നത്, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ആയത്തുകൾ കേൾക്കുമ്പോൾ, പാരായണം ചെയ്യുമ്പോൾ അത് ആ കൽപ്പന നിർവഹിക്കുവാനും, അള്ളാഹു നിരോധിച്ച പല സംഗതികളും നിരോധിച്ചിട്ടുണ്ട്, ആ ആയത്തുകളിലൂടെ പാരായണം ചെയ്യുമ്പോൾ അതെന്റെ ജീവിതത്തിലില്ല എന്ന് ഉറപ്പുവരുത്തുവാനും, അങ്ങനെ സ്വർഗത്തെപ്പറ്റി പറയുമ്പോൾ നരകത്തെപ്പറ്റി പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് ചിന്തിക്കുവാനും ഒക്കെ സാധിക്കണമെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ പഠിക്കണം. അതുകൊണ്ട് അത്ഭുതകരമായ ലോകമായിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ ലോകത്തേക്ക് നാം പ്രവേശിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് നമുക്ക് പറയാം, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ വിശുദ്ധ ഖുർആൻ ഇന്നും അത് ഒരു ഭൗതിക ലോകത്ത് ശാസ്ത്രജ്ഞന്മാരുടെ മുമ്പിൽ വലിയൊരു അത്ഭുതമായി നിലനിൽക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ സംഗതികൾ ഇന്ന് ശാസ്ത്രലോകം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഹിജ്റിലെ 15-ാമത്തെ ആയത്തിൽ വലൗ ഫതഹ്നാ അലൈഹിം ബാബൻ മിനസ് സമാഇ ഫളല്ലൂ ഫീഹി യഅ്റുജൂൻ ലഖാലൂ ഇന്നമാ സുക്കിറത് അബ്സാറുനാ ബൽ നഹ്നു ഖൗമും മസ്ഹൂറൂൻ. നമുക്കറിയാം, ഇന്ന് മനുഷ്യൻ ബഹിരാകാശ യാത്ര നടത്തുന്നുണ്ട്. അന്ന് ബഹിരാകാശത്തെ സംബന്ധിച്ചോ ആ യാത്രയെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാലഘട്ടത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത്. ഇന്ന് ബഹിരാകാശ യാത്രികർ പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ സംഭവം നമുക്കറിയാം, ബഹിരാകാശ യാത്രികർ 65,000 കിലോമീറ്റർ താണ്ടുമ്പോൾ, ആകാശത്തേക്ക് കയറി പോകുമ്പോൾ അവർ 65,000 കിലോമീറ്റർ കഴിഞ്ഞാൽ അവർ കൂരാകൂരി ഇരുട്ടിലാണ്, അവർക്ക് വെളിച്ചമില്ല, അവരെ കണ്ണിന് സിഹിർ ബാധിച്ചതുപോലെ ഉണ്ടാകും എന്ന് ഒരു ബഹിരാകാശ യാത്രികൻ പറഞ്ഞ സംഭവം വായിച്ചത് ഓർമ്മ വരികയാണ്. യഥാർത്ഥത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു,
വലൗ ഫതഹ്നാ അലൈഹിം ബാബം മിനസ്സമാ, ആകാശത്തിന്റെ വാതിലുകൾ നാം അവർക്ക് തുറന്നു കൊടുത്താൽ, ഫളല്ലൂ ഫീഹി യഅറുജൂൻ, ആ ആകാശത്തേക്ക് അവർ കയറിപ്പോയാൽ, ലഖാലു ഇന്നമാ സുക്കിറത്ത് അബ്സാറുനാ, അവർ പറയുക തന്നെ ചെയ്യും, നമ്മുടെ കണ്ണിന് എന്ത് പറ്റി, അതിന് എന്ത് ബാധിച്ചു, സിഹ്ർ ബാധിച്ചോ അല്ലെങ്കിൽ മത്ത് ബാധിച്ചോ, ബൽ നഹ്നു ഖൗമും മസ്ഹൂറൂൻ, നമുക്ക് സിഹ്ർ ബാധിച്ചോ എന്നവർ പറയും. എന്താ കാരണം? അവിടെ മനുഷ്യന് കാണാൻ സാധ്യമല്ല. സൂര്യപ്രകാശമുണ്ട്, സൂര്യരശ്മികളുണ്ട്, പക്ഷെ റിഫ്ലക്സ് സിസ്റ്റം അവിടെ പ്രവർത്തിക്കാത്തത് കൊണ്ട് അവിടെ പ്രകാശമില്ല. 65,000 കിലോമീറ്ററിനപ്പുറം പ്രകാശം കാണുകയില്ല. എന്നാൽ ഭൂമിയിലേക്ക് സൂര്യരശ്മികൾ എത്തുന്ന സമയത്ത് അത് പ്രകാശമായി മാറുകയാണ് ആ റിഫ്ലക്സ് സിസ്റ്റത്തിലൂടെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഭവം വിശുദ്ധ ഖുർആനിൽ നമ്മോട് പറയുകയാണ്. ഇങ്ങനെ ഓരോ സംഭവം 1000-ഓളം ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ പ്രപഞ്ചത്തെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അങ്ങനെ എത്രയെത്ര ആയത്തുകളാണ് നമ്മൾ പഠിക്കാനുള്ളത്. അതുകൊണ്ട് മരണത്തിന് മുമ്പ് വിശുദ്ധ ഖുർആനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുവാനും അതിൽ ഓരോ ആയത്തുകൾ പഠിക്കുവാനും അങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കണം. ഈ റമദാനിനെ അതിനൊരു മാർഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാക്കുമുല്ലാഹ്.